ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡ് താരം കെയ്ൻ വില്യംസിന്റെ നിർണായക വിക്കറ്റെടുത്ത അക്സർ പട്ടേലിന്റെ കാൽ തൊട്ട് വന്ദിക്കാൻ ശ്രമിച്ച് ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി 250 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്നതിനിടെ ന്യൂസിലാൻഡിന് അവരുടെ ഏറ്റവും ആത്മവിശ്വാസം നൽകിയിരുന്നത് കെയ്ൻ വില്യംസിന്റെ ബാറ്റിംഗ് ആയിരുന്നു. മറുപടി ബാറ്റിംഗിൽ 120 പന്തുകൾ നേരിട്ട വില്യംസൺ 81 റൺസ് എടുത്താണ് പുറത്തായത്. മത്സരത്തിന്റെ 41 ഓവറിലെ അവസാന പന്തിൽ വിക്കറ്റ് കീപ്പർ KL രാഹുൽ സ്റ്റംപ് ചെയ്താണ് വില്യംസിനെ പുറത്താക്കുന്നത്. ഇതോടെ സമ്മർദ്ദത്തിലായ കിവീസ് 45 ഓവറിൽ 205 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. മത്സരത്തിൽ ന്യൂസിലൻഡിന്റെ ടോപ്പ് സ്കോററാണ് വില്യംസൺ. വിക്കറ്റ് എടുത്തതിനു പിന്നാലെ അക്ഷറിന്റെ സമീപത്തെത്തിയ കോഹ്ലി താരത്തിന്റെ കാലിൽ തൊടുകയായിരുന്നു. അക്ഷർ കോഹ്ലിയെ തടയാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ഗ്രൗണ്ടിലിരുന്ന് കുറച്ചുനേരം ചിരിച്ച ശേഷമാണ് കോഹ്ലിയും അക്ഷറും പിരിയുന്നത്. മത്സരത്തിൽ 10 ഓവർ എറിഞ്ഞ അക്ഷർ പട്ടേൽ 32 റൺസ് വഴങ്ങിയാണ് ഒരു വിക്കറ്റ് സ്വന്തമാക്കിയത്. ദുബായിൽ ന്യൂസിലൻഡിന്റെ 10 വിക്കറ്റുകളിൽ 9 നേടിയത് ഇന്ത്യൻ സ്പിന്നർമാരായിരുന്നു. ICC ടൂർണമെന്റിലെ അരങ്ങേറ്റ മത്സരം കളിച്ച സ്പിന്നർ വരുൺ ചക്രവർത്തി 5 വിക്കറ്റുകൾ നേടി കളിയിലെ താരമായി. കുൽദീപ് യാദവിന് 2ഉം രവീന്ദ്ര ജഡേജയ്ക്ക് 1 വിക്കറ്റുമുണ്ട്. ന്യൂസിലൻഡിനെതിരെ 44 റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ.